വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ച യുവതിയുടെ വയറിൽ നിന്ന് പുറത്തുവന്ന തുണി മെഡിക്കൽ കോളേജിലേതാണെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി യുവതി. സംഭവത്തിൽ DMOയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് പാണ്ടിക്കാട് സ്വദേശിയായ 21-കാരി മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവിച്ചത്. വീട്ടിൽ വന്ന് 20 ദിവസം കഴിഞ്ഞപ്പോൾ വേദന ഉണ്ടായപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ സ്മെല്ലും എന്തോ അനുഭവപ്പെടുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് അന്ന് ആശുപത്രി പോയി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ 2 പ്രാവശ്യം പോയപ്പോഴും അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ വെള്ളം കുടിക്കാഞ്ഞിട്ടാണെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ എഴുതി തന്നു. മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ 21-കാരിക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് ദുരിതമനുഭവിക്കേണ്ടി വരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവതിയുടെ പ്രസവം നടന്നത്. 23-ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. കടുത്ത വേദനയെ തുടർന്ന് 2 തവണ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയെങ്കിലും സ്കാനിംഗ് നടത്തിയില്ല എന്നാണ് യുവതിയുടെ പരാതി. പ്രസവം കഴിഞ്ഞ് 75 ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് തുണിയുടെ കെട്ട് വയറിൽ നിന്ന് പുറത്തു വന്നത്. നമ്മൾ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ആശുപത്രിയിൽ പോയി ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ അതെന്ത് പറ്റുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്ത് ചെയ്ത് അങ്ങനെ ഇവർക്ക് പിന്നെയും മരുന്നൊക്കെ എഴുതി കൊടുത്ത് എനിക്ക് പിറ്റേന്ന് പറഞ്ഞ് രമേശകുമാർ വരും, ചൊവ്വാഴ്ച വരും, അതുകൊണ്ട് ചൊവ്വാഴ്ച കാണിക്കണം. ഞാൻ പോയി ചൊവ്വാഴ്ച വീണ്ടും പോയിട്ട് എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ നിർബന്ധിച്ചിട്ട് സ്കാനിങ് ചെയ്താ. അവർ ഇപ്രാവശ്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഇവിടെ വരില്ല, ഇനിയുണ്ട്, എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെയും ചെയ്യാൻ തുടങ്ങി. സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ വിവാദമായതോടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യുവതിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. ശരീരത്തിൽ നിന്ന് ലഭിച്ച തുണി മെഡിക്കൽ കോളേജിലേതാണെന്ന് ഡോക്ടർമാർ അറിയിച്ചതായി യുവതി ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചു. നമ്മൾ DM ഓഫീസിൽ നമ്മൾ പരാതി കൊടുത്തായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഡോക്ടറോടും പറഞ്ഞായിരുന്നു. അന്നേരം അവർ പറഞ്ഞ് വിളിക്കാം എന്ന. DMOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവതിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത്. ന്യൂസ് മലയാളം, വയനാട്.